പന്തല് പണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ? അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഏജന്റ് ടെക്സ്. സോ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഒരു സോറി അറിയാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കുറച്ച് ദിവസമല്ല ഒരാഴ്ചയോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആയിപ്പോയി, ടെക്നിക്കലായിട്ട് കുറച്ച് മടി പിടിച്ചു പോയി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. ഇപ്പോൾ മടിയൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ കട്ട ലാഗ് അടിച്ച് തുടങ്ങി. ചെയ്യാനൊന്നൊരു മൂഡില്ല. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ കൈൻ മാസ്റ്ററാണ്, ഞാനെല്ലാം ഈ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കട്ട ലാഗാണ്. അപ്പോൾ ഒരു മടി പിടിച്ച് പോവാണ് ഗൈസ്. എഡിറ്റ് ചെയ്ത് മടുത്ത് ഇതിൻ്റെ അകത്തൊക്കെ ലാഗടിച്ച് അപ്പോൾ അതൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് വരാം. എങ്ങനെ നമുക്ക് സ്നാപ്സീഡിൽ ഒരു പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നല്ല രീതിയിൽ ബ്ലർ ചെയ്ത് എടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടതിൽ ബെല്ലൈക്കണോട് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി, എഡിറ്റിങ്, ഹാക്കിങ്, ടെക്നോളജി എല്ലാ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കൺ ഓണാക്കിയിടുക. അപ്പോൾ എങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനെടുത്ത പിക്കാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ വലിയൊരു സുഖമൊന്നുമില്ല പിക്ക് കാണാനായിട്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്, പക്ഷേ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു ബ്ലർ പോലെയാണ്. ഒരു വൃത്തിയില്ല ബ്ലറിങ്ങിന്. അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് ബ്ലർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബ്ലർ ചെയ്ത് കഴിയുമ്പോൾ ഒരു DSLRൻ്റെ ഒരു ഫീല്. അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അത്രയ്ക്കില്ല എന്നല്ല, അത്രയ്ക്കുണ്ട്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ ബ്ലർ ചെയ്തെടുത്ത് നല്ല സ്മൂത്ത് ബ്ലറാക്കി എടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു എഡിറ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ സ്പീഡ് എഡിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക്, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ടൂൾസ് എടുക്കുക ആദ്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ് ആദ്യം തന്നെ. അപ്പോൾ എനിക്ക് വേണ്ട വിധം ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാണ്. എനിക്ക് ഇപ്പോൾ ഏകദേശം ഇത്ര മതി, ഞാനൊന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടൂൾസിൽ ഒന്നും കൂടെ പോവുക. ഹീലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ പൂ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, പൂ ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം പൂ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിക്ക് വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ബ്ലർ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ മുകളിലൊരു തണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് മായ്ച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൃത്തിയുടെയൊക്കെ പോലെ തോന്നി അത്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ മായ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ ടിക്ക് കൊടുക്കുക താഴത്തെ. ഇനി ടൂൾസിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫോൺ ഞാൻ പറഞ്ഞില്ല നല്ല കട്ട സ്ലോ ആണ്, ഇത് പ്രോസസ്സ് ചെയ്യാൻ വരെ നല്ല സ്ലോ ആണ്. ഇന്ന് നിങ്ങൾ ടൂൾസിൽ പോകാൻ താഴേക്ക് പോകുമ്പോൾ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ലെൻസ് ബ്ലറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാവും, നമുക്ക് റെക്റ്റാങ്കിളിൽ വേണം. അപ്പോൾ താഴെ ഒരു റൗണ്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, ഒരു ഡോട്ടും റൗണ്ടും, അതിലൊന്ന് വെക്കുക. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളായിട്ട് കിട്ടും. ഇത് നിങ്ങൾ ചെരിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് ബ്ലറ് നിങ്ങൾക്ക് വേണ്ട അത്രയും ഫുള്ള്, ഞാനിപ്പോൾ ഫുള്ള് കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രാൻസിഷൻ ഫുള്ള് 0 ആക്കിയിടുക, ഫുള്ള് കുറച്ചിടുക. എന്നിട്ട് വിനിയൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 41, 46, 41 സംതിങ് ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട അതുപോലെ ബ്ലറും ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ബ്ലറാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുക, പ്രോസസ്സിങ് ടൈമാണ്. ഓക്കെ, ഇനി നിങ്ങൾ നേരെ ടൂൾസിലേക്ക് പോകുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ബ്ലറായി കിട്ടിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറായി കിട്ടിയിട്ടുണ്ട്. ഇനി ടൂൾസിൽ പോവുക, ഡബിൾ എക്സ്പോഷർ ഉണ്ടാവും ഏറ്റവും താഴെ, അതിൽ പോവുക. നിങ്ങൾ താഴെ ഒരു ഇമേജിൻ്റെ ഐക്കൺ ഉണ്ടാവും, അതിൽ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ട ഇമേജ് ആഡ് ചെയ്യാം. വേണ്ട ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലറി മായ്ച്ച ഇമേജ് ഇല്ലേ നമ്മളെ പൂവിൻ്റെ, അത് തന്നെ എടുത്ത അതേ ഇമേജ് ഒന്നുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ സെറ്റാക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴെ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഐക്കൺ ഉണ്ടാവും, അതിൽ ഞെക്കുക. അപ്പോൾ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാനുണ്ടാവും. ഒപ്പാസിറ്റി 100 ആക്കിയിടുക, ഫുൾ ആക്കിയിടുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ബാക്കോട്ടൊരു എന്നിട്ട് മുകളിലൊരു ആരമാർക്കിൻ്റെ ഒരു ഐക്കൺ കാണും, അതിലൊന്ന് ഞെക്കുക. അപ്പോൾ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും സെൻറ്ററായിട്ട്, അതിൽ ഞെക്കുക.
അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡബിൾ എക്സ്പോഷറിൻ്റെ ഓപ്ഷൻ അവിടെ കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻ വരും. ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും, പിന്നെ നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരും, പിന്നെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സെൻറ്ററിലത്തെ ആ പെൻസിലിൻ്റെയും ഒരു ചതുരം പോലത്തെ ഒരു സംഭവമില്ലേ, അതിൻ്റെ സെൻറ്ററിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ താഴെ ഒരു ഇൻവേർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിൽ ഒരു വട്ടം പോലെ ഒരു ഭാഗം ഒരു സാധനം. അപ്പോൾ താഴെ ഒരു ഇൻവേർട്ടറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്ക് കാണാം. ഇനി നിങ്ങൾ ഇവിടെ ഡബിൾ എക്സ്പോഷർ വാല്യൂ ചിലപ്പോൾ 100 ആയിരിക്കും. അത് 100 ആണെങ്കിൽ നിങ്ങൾ 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സൂം ചെയ്യുക. നമുക്ക് വേണ്ടത്ര സൂം ചെയ്യാം. എന്നിട്ട് ആ പൂവ് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുക. ഓക്കെ, പൂവ് ഫുള്ളായിട്ടൊന്ന് മായ്ച്ചു കൊടുക്കുക. പൂവ് ആ തണ്ടൊക്കെ ഫുള്ളായിട്ടൊന്ന് മായ്ച്ചു കൊടുക്കുക. നമുക്ക് എവിടെയാണ് ബ്ലർ വേണ്ടാത്തതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഫുള്ളായിട്ട് മായ്ച്ചു കൊടുക്കുക. നമ്മൾ പൂവിനാണല്ലോ നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ മായ്ച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് മായ്ക്കുക. അപ്പോൾ ഇത് നല്ല ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കയറിപ്പോയി നിൽക്കുക. അപ്പോൾ നമ്മൾ ഡബിൾ എക്സ്പോഷർ വാല്യൂ ഫുള്ളാക്കി കൊടുക്കുക, 100 ആക്കി കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് മാഞ്ഞ് കിട്ടും. ഓക്കെ ഗൈസ്, ഇത് നിങ്ങൾ മായ്ക്കുമ്പോൾ നല്ല ടൈം എടുത്ത് ചെയ്യുക. അല്ല പെട്ടെന്ന് ചെയ്തെന്ന് വെച്ചാൽ പെർഫെക്ഷൻ കിട്ടുകയല്ല, നല്ല ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10, 15, 20 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം അത്ര പെർഫെക്ഷൻ നമുക്ക് വേണം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട്. കാരണം അല്ല തന്നെ സ്പേസ് ഇല്ല, അത് സീനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇത്തിരി സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നല്ല ടൈം എടുത്ത് തന്നെ മായ്ക്കുക ഗൈസ്. ടൈം എടുത്ത് മായ്ച്ചാൽ നമുക്ക് എത്ര ടൈം എടുക്കുന്നു അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് നമ്മുടെ പിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സൂം ചെയ്യേണ്ട ഭാഗത്ത് സൂം ചെയ്ത് മായ്ക്കുക. മാക്സിമം എഡ്ജസ് ഒക്കെ നല്ല സൂം ചെയ്ത് മായ്ക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പെർഫെക്ഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, മാക്സിമം എത്ര സൂം ചെയ്യാൻ പറ്റും അത്ര സൂം ചെയ്തിട്ട് എഡ്ജൊക്കെ നന്നായിട്ട് മായ്ക്കുക, പെർഫെക്ഷനായിട്ട് മായ്ക്കുക. അപ്പോൾ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം അടിപൊളിയായില്ലേ, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടിയപ്പോഴേക്കും നല്ല സൂപ്പറായിട്ടല്ലേ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഈ പിക്കാണ് നമ്മളിങ്ങനെ ഒരു DSLR എടുത്ത പോലെയൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടാക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് പ്രോസസ്സ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ ഫോൺ നല്ല സ്ലോ ആണ്, അതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് ബ്ലറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ ഗൈസ്.
അപ്പോൾ അങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഇതാണ് ബിഫോർ ആൻഡ് ഇതാണ് ആഫ്റ്റർ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഡിഫറൻസ് നോക്കുക ഗൈസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ നോക്കുക, അടിപൊളിയല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുകയാണെന്നുള്ള ടൈം എടുത്ത് ചെയ്യാം. ടൈം എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്ഷൻ കൂടും. എന്ന് ഞാൻ താഴെ ജസ്റ്റ് ഒന്ന് അവിടെ ഡാർക്കാക്കി കൊടുക്കുകയാണ്. ആ തണ്ട് വലിയ സുഖം തോന്നുന്നില്ല. പിന്നെ ഞാൻ താഴെ സെലക്റ്റീവ് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് എന്തോരം വേണമെന്ന് സെലക്ട് ചെയ്ത് ബ്രൈറ്റ്നസ് ഞാൻ ഫുള്ള് കുറച്ച് കൊടുക്കുകയാണ്. എനിക്ക് ആ തണ്ടിൻ്റെ ഭാഗം അത്ര സുഖം തോന്നിയില്ല, തണ്ട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ്. അവിടെ ഇച്ചിരി ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കുകയാണ്. ഞാൻ കോൺട്രാസ്റ്റും കുറച്ച് കൊടുക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്ട്രക്ചറും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ അത്രയ്ക്കധികം കാണണ്ട, നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഇച്ചിരി ഫോക്കസ് ആയി നിൽക്കാനായിട്ടാണ് അവിടെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നമ്മളെങ്ങനെ ഉണ്ടായിരുന്ന പിക്കാണ് നമ്മളിങ്ങനെ ആക്കിയെടുത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ബ്ലറിങ് നോക്കുക ഗൈസ്, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ സംഭവം. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഗൈസ്. നല്ല ടൈം എടുത്ത് ചെയ്യണം. ടൈം എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടില്ല, ലങ്കോലമായി പോവും സംഭവം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിത് ജസ്റ്റ് ലൈറ്റ് റൂമിലിട്ടൊന്ന് കളർ ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കളർ ഗ്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കളർ ഗ്രേഡ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ.